നിലവിളക്ക് കൊളുത്തിയതിൽ മുസ്ലിം ലീഗ് MLA ഫാത്തിമ തഹ്ലിയെ സമസ്ത തിരുത്തുന്നു. അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കണം എന്നാണ് അവരുടെ ആഹ്വാനം. സമസ്ത മുശാവറ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു. ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിൽ റെസ്റ്റോറൻറ്റ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് വിവാദമായി. അജി കുഞ്ഞുമൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. അജി പറയൂ, നിലവിളക്ക് കൊളുത്താൻ പാടില്ലായിരുന്നു എന്നാണോ പറയുന്നത്? SKN തീർച്ചയായും സമസ്ത കഴിഞ്ഞ ദിവസം സമസ്തയുടെ കേരള കോഴിക്കോട് ചേർന്ന സമസ്ത കേരള ജമിഅത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ യോഗമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ആ മുഷാവറ യോഗത്തിൽ പറഞ്ഞത്. അതിൽ പ്രധാനമായും പറയുന്ന ഒരു വാചകം ഞാനൊന്ന് വായിക്കാം. SKN പരിശുദ്ധ ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്തതും ഇതര മതക്കാർ അവരുടെ മതാചാരമായി നിർവഹിച്ചു വരുന്നതുമായ ചടങ്ങുകളിൽ ആചാരങ്ങൾ മുസ്ലിങ്ങൾ വർജിക്കണമെന്നാണ് കോഴിക്കോട് ചേർന്ന സമസ്ത കേരള ജമിഅത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ യോഗം ആഹ്വാനം ചെയ്തത്. നിലവിൽ നടക്കുന്ന നിലവിളക്ക് വിവാദവുമായി ബന്ധപ്പെട്ടാണ് മുഷാവറ യോഗത്തിൽ ഈ തീരുമാനം വന്നിരുന്നത്. അതിൽ വരാനുണ്ടായ കാരണം ഈ പേരാമ്പ്രയിലെ MLA ആയ മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA കൂടിയായ ഫാത്തിമ തഹ്ലിയ അവിടെ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. ഈ റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിൽ ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയാണ് ഉദ്ഘാടനം ചെയ്തത്. നിലവിളക്ക് കൊളുത്തിയ ഉദ്ഘാടനത്തിനെതിരെയാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ യോഗത്തിന്റെ കേന്ദ്ര മുഷാവറ യോഗം ഇപ്പോൾ വലിയ തലത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു മുഷാവറ യോഗം ചേർന്നത്. വലിയ തരത്തിലുള്ള ഒരു വിമർശനവും അവിടെ ഫാത്തിമ തഹ്ലിയക്കെതിരെ മുഷാവറ യോഗത്തിൽ ഉണ്ടായി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഒരു പ്രത്യേക മതചടങ്ങായി കാലങ്ങളായി അമുസ്ലിങ്ങൾ നിർവഹിച്ചു വരുന്ന കാര്യമാണ് ഈ നിലവിളക്ക് കൊളുത്തുന്നത് എന്നും ഈ ചില മുഷാവറ അംഗങ്ങൾ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ പറയുകയുണ്ടായി. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.